White Toothpaste and Dinesh Foods in association with Lasa Ice Cream Summer Campbell. നമ്മുടെ നെക്സ്റ്റ് സെഷൻ വരാൻ പോകുന്നത് ഒരു ക്വിസിംഗ് ഗെയിം ഷോ ആണ്. ഷോ നയിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ ലിഞ്ചു സച്ചിയാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിലവിൽ IQA ഏഷ്യ കണ്ണൂർ ചാപ്റ്ററിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ലിഞ്ചു സച്ചി ഇതുവരെ 200-ലധികം ക്വിസ് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഏകദേശം 350ഓളം ക്വിസ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള അദ്ദേഹം വിവിധ കോളേജുകൾ, സ്കൂളുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, മറ്റു സംഘടനകൾ എന്നിവയ്ക്കായി ക്വിസ് മത്സരങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏജൻസികളായ മറൈൻ പ്രൊഡക്ട്സ് ആൻഡ് എക്സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹെൽത്ത് മിഷൻ, കേരള സ്റ്റേറ്റ് ശുചിത്വ മിഷൻ, കേരള അക്കാദമി ഫോക്സിൽ എക്സലൻസ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, സാമ്പത്തിക സ്ഥിതി വിവരണ കണക്ക് വകുപ്പ്, എക്സൈസ് വകുപ്പ്, സഹോദയ പോലീസ് അസോസിയേഷൻ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നിവയ്ക്ക് വേണ്ടിയും ക്വിസ് മത്സരങ്ങൾ നയിച്ചിട്ടുള്ള ശ്രീ ലിഞ്ചു സച്ചി ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ നടത്തുന്ന വേൾഡ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിലും ജൂനിയർ വേൾഡ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിലും മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് മേളകളിലൊന്നായ റിവർബറേറ്റ് ക്വിസ് ഫെസ്റ്റിവലിനായും അദ്ദേഹം ക്വിസ് നടത്തി ശ്രദ്ധേയനാണ്. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ലിഞ്ചു സച്ചി സർ, സ്വാഗതം ചെയ്യാം ശ്രീ ലിഞ്ചു സച്ചിയെ. കളിയിൽ അല്പം കാര്യം സീസൺ 2 പവർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് ആൻഡ് ദിനേശ് ഫുഡ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീമിന്റെ വേദിയിലേക്ക് സർ പ്ലീസ്. ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾ അവരെ എങ്ങനെ കാറ്റർ ചെയ്യാന്നുള്ളതും കൂടി ഒരു ചാലഞ്ചാണ്. അതെ, ഓക്കെ. ആദ്യമായിട്ട് ക്യൂസിൽ പങ്കെടുക്കുന്നവരുണ്ടോ? ഇതിൽ ജീവിതത്തിൽ ഇതുവരെ ക്യൂസിൽ പങ്കെടുക്കാത്ത ആൾക്കാരുണ്ടോ? പങ്കെടുത്തവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കി. ഓ, അപ്പോൾ കുഴപ്പമില്ല, എൻ്റെ ടെൻഷൻ പകുതി കുറഞ്ഞു. അപ്പോൾ സർ, നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സാർ. ആൻഡ് സാറിന് ഒരു മൊമെന്റോ നൽകുന്നതിനായിട്ട് പ്രമോ ആൻഡ് അമൃതം സ്പിരിച്വൽ ഹെഡ് ദിലീപ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. പിറകിൽ ഗുഡ് മോർണിംഗ് ഇല്ല, ഈ സൈഡിൽ സ്ട്രോങ് അല്ല കേട്ടോ. ഒന്ന് പറഞ്ഞേ ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് ആ സ്ക്രീനിൽ എത്ര പേര് ക്യൂസിൽ പങ്കെടുത്തിട്ടുണ്ട് മുന്നേ? നിങ്ങൾ ആരെങ്കിലും IQA എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷൻ. ഇല്ല, കേട്ടിട്ടുണ്ടോ? ആരാ കേട്ടത്? കേട്ടയാളാരാ? പങ്കെടുത്തിട്ടുണ്ടോ IQAയുടെ ഏതെങ്കിലും പരിപാടിയിൽ? ഇല്ല. പിന്നെ എവിടെയാ കേട്ടത്? IQA എവിടെയാ കേട്ടത്? ചാനലിൽ കേട്ടിരുന്നു. അമൃത TV തന്നെയാണോ? അമൃത TV നമ്മൾ കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ IQAയുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് ക്യൂസ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, IQA എന്ന് പറയുന്നത് ക്യൂസിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനയാണ്. നമുക്കിപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ ICC ഉണ്ട് അല്ലേ? എന്താ ICC? വെരി ഗുഡ്, കൈയ്യടി കൊടുത്തേ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഫുട്ബോളിന് FIFA എന്താണ് ഫിഫ? ഫിഫയുടെ പൂർണ്ണ രൂപം പറയുന്നയാൾക്ക് നല്ല കൈയ്യടിയുണ്ട്. ഫിഫ, FIFA. പറഞ്ഞോ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉണ്ടായിക്കോ. FO വാട്ട്? F സ്റ്റാൻഡ്സ് ഫോർ യെസ്, F ഫുട്ബോൾ. അവസാനത്തെ FA ഫുട്ബോൾ അസോസിയേഷൻ. അപ്പോൾ ആദ്യത്തെ FIO ഫെഡറലോ ബാങ്കോ? അല്ല, ഫെഡറൽ അല്ല, കുറച്ചൊന്ന് മാറ്റം വരുത്തണം. I ഇന്റർനാഷണൽ, രണ്ടാമത്തെ F ഫുട്ബോൾ, അവസാനത്തെ അസോസിയേഷൻ. അതുവരെ കിട്ടി. ആദ്യത്തെ FO, ഫസ്റ്റത്തെ ആൾ വിട്ടു. ആർക്കെങ്കിലും അറിയോ? ഇല്ല. എന്നാ ഞാൻ പറയട്ടെ. ദാറ്റ് ഈസ് ഫെഡറേഷൻ ഓഫ്
ഇൻ്റർനാഷണൽ, ഫെഡറൽ അല്ല, ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ക്യൂസിംഗ് അസോസിയേഷൻ. അതേപോലെ ക്യൂസിൻ്റെ അന്താരാഷ്ട്ര സംഘടനയാണ് IQA. അതിൽ കേരളത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ക്യൂസ് കമ്പനി അല്ലെങ്കിൽ ഏജൻസിയാണ് ക്യൂ ഫാക്ടറി. ഞാൻ ക്യൂ ഫാക്ടറിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ദിസ് ഈസ് ക്യൂ ഫാക്ടറി. നിങ്ങളൊക്കെ ക്യൂസിൽ പങ്കെടുത്തിട്ടുള്ളവരല്ലേ? ക്യൂസ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നോളജ് ഉണ്ടായിട്ടുണ്ടല്ലേ? പിന്നെ ഏതാ? ഫോക്കസ്, ബോർഡ് നോക്കി വായിക്കുകയാണോ? അല്ല, അതല്ല. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഗിഫ്റ്റ് കിട്ടും, ഇന്ന് കിട്ടും അല്ലേ? ഓക്കെ. അതായത് ക്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഓവർ ദി ഇയർ വന്നിട്ടുണ്ട്. പണ്ട് നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു മത്സരമായിരുന്നെങ്കിൽ ഇന്ന് അത് അല്ല. ക്യൂസിൽ നമുക്ക് നോളജ്, ഓഫ് കോഴ്സ് നോളജ് ഉണ്ട്, ഒരുപാട് അറിവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഫോക്കസ് കൂടും. ഇപ്പോൾ പലരുടെയും പ്രശ്നമാണ് കോൺസെൻട്രേഷൻ, കുട്ടികളുടെ പ്രശ്നമാണ്. നമ്മുടെ സ്ക്രീൻ ടൈം കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ നിങ്ങൾ ക്യൂസിലേക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതിലേക്ക് ജനിപ്പിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്ക്രീൻ ടൈം കുറയും അല്ലേ? വായന കൂടും. വായിക്കാറുണ്ടോ? പത്രം വായിക്കാറുണ്ടോ? എത്ര അഭിമാനത്തോടെയാണ് ഇല്ല എന്ന് പറയുന്നത്. പത്രം വായിക്കുന്ന എത്ര പേരുണ്ട്? പത്രം വായിക്കുന്നവർ, വായിക്കുന്നവരോട് ഞാൻ ഇന്നത്തെ വാർത്ത ചോദിക്കട്ടോ. താണോ? എല്ലാവരും താത്തു. ഇന്ന് പറ്റില്ല. ഇന്നലെ വായിച്ചോ? ഇന്നലെയും വായിച്ചില്ല. പിന്നെ എപ്പോഴാ വായിച്ച ലാസ്റ്റ്? എപ്പോഴാ? സതീശനോ? ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണോ? VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ ഒന്നെങ്കിലും VD സതീശൻ എന്നെങ്കിലും പറയാട്ടോ. സതീശൻ ജയിച്ചു എന്ന് പറയുമ്പോൾ അടുത്തുള്ള ആരെങ്കിലും വിചാരിക്കില്ലേ? വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും വിചാരിക്കും. ഓക്കെ. അത് മാത്രമല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ആ കുട്ടി പാടിയല്ലേ? അതെന്തുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസ് ആ കുട്ടി പാടാൻ കാരണം എന്താ? ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ കുട്ടിക്ക് നന്നായിട്ട് പാടാൻ അറിയാം. ആ കോൺഫിഡൻസ് കൊണ്ടാണ് ഇവിടെ നിന്ന് പാടിയത് അല്ലേ? അപ്പോൾ അറിവ് എന്ന് പറയുന്ന ഒരു തിങ്, നോളജ് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ. ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ കളയുന്നില്ല, കാരണം നമുക്കൊരു ക്യൂസ് നടത്താം. ഇൻട്രസ്റ്റഡ് ആണോ? പക്ഷെ ഇങ്ങനെ നടത്താൻ പറ്റൂല. എന്താ പ്രശ്നം? ഒരുപാട് കുട്ടികളുണ്ട്, 105ഓളം കുട്ടികളുണ്ട്. സോ വി ഹാവ് ടു മേക്ക് സം ഗ്രൂപ്പ്സ്. അതായത് നമ്മൾ ഗ്രൂപ്പുകളാക്കാൻ പോവുകയാണ്. 105 കുട്ടികളെ നമ്മൾ 10 പേരുള്ള ഗ്രൂപ്പുകളാക്കി തിരിക്കും. കുറച്ച് ടീമുകളിൽ 10 പേരുണ്ടാവും, കുറച്ച് ടീമുകളിൽ 11 പേരുണ്ടാവും. ദക്ഷ്, യെസ്, ടീം പേര്? TVK. ടീം TVK. ഓക്കെ. വിജയ് ഫാൻസ് ആണ് എല്ലാവരും അല്ലേ? നെക്സ്റ്റ് ടീം. പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ബിയോണ്ടസ് എഴുതിയില്ലേ? ബിയോണ്ടസ് നല്ല പേരാ, അത് മതി. അവെഞ്ചേഴ്സോ? അതിനേക്കാളും നല്ലത് ബിയോണ്ടേഴ്സാ. Hello, my name is Samaya and our group's name is TFA. If you want the full form, it's Tindu Mon Association. Sorry, Tindu Fans Association. ടീം ടിൻഡു ഫാൻസ് അസോസിയേഷൻ. നെക്സ്റ്റ് ടീം. എൻ്റെ പേര് സിദ്ധാർത്ഥ്. നമ്മുടെ ടീമിന്റെ പേര് ടീം ലാവ. ഇംനാവ. ഓക്കെ. നിങ്ങളുടെ ടീമിന്റെ പേര് അവിടെ എഴുതണേ, പേപ്പറിൽ എഴുതുക. ആൻഡ് നെക്സ്റ്റ് ടീം. എൻ്റെ പേര് നിവേദ്യ. ടീമിൻ്റെ പേര് സ്ലിറ്ററിങ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ടീം. എൻ്റെ പേര് അവനിക അരുൺ. നമ്മുടെ ടീമിൻ്റെ പേര് ഗാലക്സി. ആൻഡ് ടീം ഗാലക്സി. ബിഫോർ സ്റ്റാർട്ടിങ് ദ ക്യൂസ്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്. ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ടീമായിട്ടിരിക്കുമ്പോൾ ശബ്ദം കൂടും. പരമാവധി ശബ്ദം കുറച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എല്ലാവരുടെയും പേപ്പറിൽ നിങ്ങളുടെ ടീമിൻ്റെ പേര് എഴുതുക. ടീമിൻ്റെ പേര് എഴുതിക്കോളൂ. 18 ചോദ്യങ്ങളാണുള്ളത്. 18 ചോദ്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും. എന്തുകൊണ്ട് 18 എന്ന് പറയുമ്പോൾ 1 മണിക്കൂറാണ് നമ്മുടെ സെഷൻ. 1 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ടതുണ്ട്. ഈ 18 ചോദ്യങ്ങൾക്കും നെഗറ്റീവ് മാർക്സ് ഇല്ല. സോ യു ക്യാൻ റൈറ്റ് ഫ്രീലി. നെഗറ്റീവ് മാർക്സ് ഇല്ല. പേടിക്കാതെ തന്നെ ആൻസേഴ്സ് 18 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാവുന്നതാണ്, എഴുതേണ്ടതാണ്.
ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം എഴുതുക. 2 or 3 ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല. അതാരാ സ്ക്രീനിൽ കാണുന്നത്? മിസ്റ്റർ ബീൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഓൾറെഡി നോക്കാം, 10 ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അടുത്ത ടീമിലേക്ക് എത്തി നോക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഡിസ്കഷൻ നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് 10 ആൾക്കാർ കൂടെ ഉണ്ട്. ആ പാർട്ട്നേഴ്സ് മാത്രം കേൾക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഡിസ്കഷൻസ് ഉണ്ടാവണം. ക്ലിയർ ആണോ? നെക്സ്റ്റ്. യെസ്, സോ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദ ടീംസ്. സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു കൈഡിയോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ഒന്നാമത്തെ ചോദ്യം, ഇന്നത്തെ തീയതി എത്രയാ? മെയ് 16 അല്ലേ? മെയ് 16. മെയ് 16 നമ്മൾ ഒരു ക്യൂസിന് പോകുമ്പോഴും, ഇന്നത്തെ ഈ ക്യൂസ് കഴിഞ്ഞ് നിങ്ങൾ ഭാവിയിലെ ക്യൂസിന് പോകുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. മെയ് 16 ഇൻ്റർനാഷണൽ ഡേ ഓഫ് വാട്ട്? എന്ത് അന്താരാഷ്ട്ര ദിനമായിട്ടാണ് മെയ് 16 ആചരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു ഒബ്സർവേഷൻ, ലാറ്ററൽ തിങ്കിങ്, അതൊക്കെ ക്യൂസിൻ്റെ കൂടെ വരുന്ന നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസാണ്. ഇപ്പോൾ ചിത്രം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ പോലും ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആ രീതിയിലാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ഫ്രെയിംഡ്. മണ്ടത്തരം എന്നല്ല, നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കുക, ചിത്രം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിലാവശ്യത്തിന് ക്ലൂസ് ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റാറിലൊന്നുമില്ല. ഇതാ അവിടെ ബ്ലാങ്ക് ചെയ്ത ഭാഗം നോക്കുക. അവിടെ കൊള്ളിക്കാൻ പറ്റുന്ന വാക്കായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അവിടെ ഡാഷ് ചെയ്തൊരു ഭാഗമില്ലേ, അവിടെ ഫിറ്റാവുന്ന വേർഡായിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. ആൻസർ മാത്രം എഴുതിയാൽ മതി. മെയ് 16 ഇന്നത്തെ ദിനം അന്താരാഷ്ട്ര തലത്തിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? യുനെസ്കോ എന്ന് പറയുന്ന സംഘടനയാണ് ഇത് ആചരിക്കുന്നത്. യുനെസ്കോ എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭ, UN-ൻ്റെ ഏജൻസിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ മലയാളം. എലിസബത്ത് ദ ഗോൾഡൻ ഏജ്, ബണ്ടിറ്റ് ക്വീൻ, മിസ്റ്റർ ഇന്ത്യ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് ശേഖർ കപൂർ. ശേഖർ കപൂർ എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത സിനിമകളാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടിലാണുള്ളത്. 2013 അദ്ദേഹം നിർമ്മിച്ച സയൻസ് ഓഫ് കമ്പാഷൻ എന്ന ഡോക്യുമെൻ്ററി ഏത് മലയാളിയുടെ ജീവിതം ബേസ് ചെയ്തിട്ടുള്ളതാണ്? Documentary produced by Shekhar Kapoor in 2013 is based on the life of which Malayali? ഒരു മലയാളിയുടെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. ആളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആളുടെ ജീവിതത്തെക്കുറിച്ച് നിർമ്മിച്ച ഡോക്യുമെൻ്ററി ആണ് ദ സയൻസ് ഓഫ് കമ്പാഷൻ. ക്ലൂ ആണോ? ഏതെങ്കിലും ടീം ക്ലൂ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലൂ തരാതിരിക്കാം. അല്ല, ക്ലൂ നിങ്ങൾക്ക് വേണമെന്ന് മനസ്സിലായി. ക്ലൂ വേണ്ടാതെ ഏതെങ്കിലും ടീമുണ്ടോ? ഉണ്ടെങ്കിൽ കൈവക്കാം. അതായത് ഞാൻ ചോദിക്കാൻ കാരണം, നിങ്ങൾക്ക് ആ ഉത്തരം അറിയെങ്കിൽ ഞാൻ ക്ലൂ കൊടുത്താൽ ചിലപ്പോൾ അത് എളുപ്പമായി പോകും. എല്ലാവരും എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആൻസർ അറിയുന്ന ടീമുകൾക്ക് ഒബ്ജക്റ്റ് ചെയ്യാം. ആർക്കും അറിയില്ല. ഞാൻ ഒന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടുന്ന ആള്, നിങ്ങളുടെ ഉത്തരം ഒരു വനിതയാണ്. സോ ലേഡി. അഗെയിൻ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്യൂസും ക്യാമ്പും ഒക്കെ ആയിട്ട് ബന്ധമുള്ളൊരു വനിതയാണ്. ഇതിൽ കൂടുതൽ ക്ലൂ തരാൻ പറ്റില്ല. അതായത് നമ്മുടെ ഇന്നത്തെ ക്യൂസുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പും ഒക്കെ ആയിട്ട് ബന്ധമുള്ളൊരു വനിതയാണ്. സോ ഒരു മലയാളിയായിട്ടുള്ളൊരു വനിതയുടെ പേര് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വനിതയുടെ പേര് അറിയില്ലേ? ഇനി അതും അറിയില്ലെങ്കിൽ സ്വന്തം അമ്മയുടെ പേരോ അമ്മായിയുടെ പേരോ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഒന്നും എഴുതാതെ വിടരുത്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ പറഞ്ഞത് വേണമെങ്കിൽ ഒരു ക്ലൂ ആയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം പറഞ്ഞത് ഒരു ക്ലൂ ആയിട്ട് എടുക്കാം. നിങ്ങൾ അടിയാവല്ലേ. എല്ലാവരും കൂടെ സമാധാനപരമായിട്ട് ആലോചിച്ചിട്ടൊരു ഉത്തരത്തിലേക്ക് എത്തുക. എഴുതിയോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ.
തേർഡ് വൺ, ദ സ്റ്റോറി ഓഫ് ഡാഷ് നോസ് ഗോഡ് ഓഫ് തണ്ടർ. നോസ് മിത്തോളജി, നമുക്ക് ഇന്ത്യക്കാർക്കൊരു മിത്തോളജി ഉണ്ട് അല്ലേ, ഇന്ത്യൻ പുരാണം ഉണ്ട്. അതുപോലെ യൂറോപ്പിലുള്ളതാണ് നോസ് മിത്തോളജി. അപ്പോൾ ഈ നോസ് മിത്തോളജിയിലെ ഇടിമിന്നലിൻ്റെ ദേവൻ, എനിക്ക് ആളുടെ പേര് വേണ്ട, ഈ നോസ് മിത്തോളജിയിലെ ഇടിമിന്നലിൻ്റെ ദേവൻ്റെ പേരിൽ നിന്ന് പേര് ലഭിച്ചിട്ടുള്ള ദിവസം, ആഴ്ചയിലെ ദിവസം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഇസ് നെയിംഡ് ആഫ്റ്റർ ദ നോസ് ഗോഡ് ഓഫ് തണ്ടർ? നോസ് മിത്തോളജിയിലെ ഇടിമിന്നലിൻ്റെ ദേവൻ്റെ പേരിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ആഴ്ചയിലെ ദിവസം. അപ്പം നിങ്ങൾക്ക് 7 ഓപ്ഷനേ ഉള്ളൂ ആകെ. 7 ഏതെങ്കിലും ഒരു ദിവസം എഴുതുക. 7 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം എഴുതുക. നിങ്ങൾ ആ ഗോഡിനെ നോക്കുക, അയാളുടെ രൂപം നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്യാരക്ടറുമായിട്ട് സാമ്യം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന ഒരു ക്യാരക്ടർ, സിനിമയിലൊക്കെ വന്നിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഏതാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റൈം ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസറിലേക്ക് എത്തേണ്ടത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പൂൺ ഫീഡിംഗ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരില്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തേണ്ടി വരും. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം കേട്ടോ. അപ്പം ഈ ഇംഗ്ലീഷ് നെയിമാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇതിൽ 7 ഏതോ ഒരു ദിവസം. 4ാമത്തെ ചോദ്യം, സ്ക്രീനിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ബേസിക്കലി നിങ്ങളൊരു കളിയുടെ പേര്, ഒരു സ്പോർട്ട്, കായിക ഇനത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. ആ കളിയുമായി ബന്ധപ്പെട്ട ടേമുകളാണ് റിഗിഷി, ഗ്യോജി, ദോഹ്യോ. അതിൽ ഗ്യോജി എന്ന് പറയുന്നത് റഫറി എന്നാണ്. അപ്പോൾ റഫറി ഉള്ള ഒരു കളിയാണ്. ഗ്യോജി മീൻസ് ദോഹ്യോ മീൻസ് റിങ് എന്നുള്ളതാണ്. ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലഭിക്കുന്ന ആൾക്കാരെ, ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് യോക്കോസിന എന്ന റാങ്കാണ് കൊടുക്കുക. ഫസ്റ്റ് കിട്ടുന്ന ആൾ പറയുന്നത് യോക്കോസിനോ എന്നാണ്. സെക്കൻഡ് കിട്ടുന്ന ആൾ ഒസേക്കി, തേർഡ് കിട്ടുന്ന ആൾ സേക്കി വെയ്ക്ക്, ആൻഡ് 4ാമത് വരുന്ന ആൾ കോമസുബി എന്നാണ്. ഈ കളിയുമായി ബന്ധപ്പെട്ട ടെക്നിക്കുകളുണ്ട്. അത് ഒന്ന് ഹാരിറ്റേ, സ്ലാപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹാരിറ്റേ, സ്ലാപ്പ്. സുപാരി, പുഷിംഗ് സ്ലാപ്പാണ്. ലാസ്റ്റ് വൺ ഷിക്കോ, ലെഗ് സ്റ്റോംസ്. സോ ചില കീവേഡുകൾ നോക്കുക. റിങ്, റഫറി, സ്ലാപ്പ്, പുഷിംഗ് സ്ലാപ്പ്. ആൻഡ് ആ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കണക്ട് ചെയ്തിട്ട് ഒരു കളിയുടെ അല്ലെങ്കിൽ ഒരു കായിക വിനോദത്തിൻ്റെ പേരാണ് വേണ്ടത്. സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ഓർ റൈറ്റ് ദ നെയിം ഓഫ് എ സ്പോർട്ട്. ക്ലൂ വേണോ? ആരെങ്കിലും ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒബ്ജക്റ്റ് ചെയ്യുന്നതിൻ്റെ കൈ ഒന്ന് പോക്കാട്ടോ. ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ ഒബ്ജക്റ്റ് ചെയ്യുന്ന വേണ്ട, ക്ലൂ വേണ്ട അല്ലേ? ഓക്കെ. 2 ടീമുകൾ ഒബ്ജക്റ്റ് ചെയ്തു. വെരി ഗുഡ്. 3 ടീം ഒബ്ജക്റ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ചെയ്താൽ ക്ലൂ തരാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഏതാ ഫസ്റ്റ് ലെറ്ററോ? അത് നമുക്കിത് ക്വിസ് കഴിഞ്ഞിട്ട് അങ്ങനത്തെ കളി കളിക്കാം. ഇപ്പം ഇത് വേണ്ട. 4ാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഒരു കളിയുടെ പേര് എഴുതും. ഒരു കളിയുടെ പേര് ഒരു ഉത്തരം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്ലൂ എന്തായാലും തരാൻ പറ്റില്ല. 5ാമത്തെ ചോദ്യം, ചാൾസ് ക്രെറ്റേഴ്സ്, യൂറോപ്പിലെ ക്രെറ്റേഴ്സ് ബേക്കറി, അവർ കോൺഫെക്ഷണറി അല്ലെങ്കിൽ ബേക്കേഴ്സാണ് ബേസിക്കലി. അതായത് ബേക്കറിയൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ് ഇവർ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയത്. ആ മെഷീൻ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട്. സോ എന്ത് മെഷീനാണത്? ചാൾസ് ക്രെറ്റേഴ്സ് ഉണ്ടാക്കിയ ആ മെഷീൻ എന്താണ്? എഗെയിൻ ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. അതിൽ ക്ലൂസ് ഉണ്ട്. മെഷീൻ എന്തിൻ്റെ മെഷീനാണ്? ഏതാ? ബേക്കറിയായിട്ട് ബന്ധപ്പെട്ടതാണോ? ബേക്കറിയായിട്ട് ബന്ധം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള മെഷീനാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു മെഷീനാണ്. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ മെഷീൻ കാണാറുണ്ട്.
ഇത് വേണമെന്ന് ചിലപ്പോൾ നിങ്ങൾ വാശി പിടിക്കാറുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ ക്ലൂസും ബേക്കറി, മെഷീൻ ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെ സാധനങ്ങൾക്ക് നിങ്ങൾ വാശി പിടിക്കാറുണ്ട്, വേണമെന്ന് പറയാറുണ്ട്. അതുണ്ടാക്കുന്ന മെഷീനാണ്. ആറാമത്തെ ചോദ്യം, ഇത് ബ്രോങ്സ് സൂ, അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ഒരു മൃഗശാലയാണ്. ഈ മൃഗശാലയിൽ ഒരു കേജ്, ഒരു ഗുഹ പോലത്തെ ഒരു ഭാഗമുണ്ട്. അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓൺ എർത്ത്. ദിസ് ആനിമൽ ഇസ് ദ ഓൺലി ക്രിയേച്ചർ ടു ഹാവ് കിൽഡ് ഓഫ് എൻറ്റയർ സ്പീഷീസ് ഓഫ് അതർ ആനിമൽസ്. അതായത് ആ കേജിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഇവിടെയുള്ളത്, ആ കേജിലുള്ളത്, ഗുഹയിലുള്ളത്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഓൺ എർത്ത്, ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആനിമലാണ്. ലോകത്തിലെ ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെയും എല്ലാ ആനിമൽസിനെയും കൊന്നൊടുക്കിയ ഒരേ ഒരു ആനിമൽ ഇതാണ് എന്നാണ് ആ മൃഗശാലയിൽ പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് ആ കേജിലുള്ളത്? മൃഗശാലയിൽ എന്താണ് അവിടെ ഉള്ളത്? ആ മൃഗശാലയിൽ എന്താണുള്ളത്? ലോകത്തിലെ എല്ലാ സ്പീഷീസ് ഓഫ് ആനിമൽസിനെയും കൊന്നിട്ടുള്ള ജീവി. ഇപ്പോൾ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതങ്ങനെ വംശനാശം സംഭവിക്കുന്ന ആളൊന്നുമല്ല, ജീവിയൊന്നുമല്ല. പോപ്പുലേഷൻ അല്ലെ, അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ആ ഗുഹയിൽ എന്താണുള്ളത്? ആ ക്ലൂ ഇല്ല, അതിന് ക്ലൂ ഇല്ല. ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ബാക്കിയുള്ള എല്ലാ ജീവികളെയും കൊന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ആനിമൽ ഏതായിരിക്കും? ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽ എന്ന് പറയുന്നു. ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 6. എന്തെങ്കിലും ഒരു ആനിമലിൻ്റെ പേര് എഴുതണം, ഒരു ജീവനുള്ള എന്തിനെങ്കിലും ഒരു പേര് എഴുതണം കേട്ടോ, വെറുതെ വരിയിട്ടേക്കരുത്. ഏഴാമത്തെ ചോദ്യം, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് റീസെൻ്റ്ലി പുറത്തിറക്കിയൊരു ആപ്പാണ് ക്ലൂ ആപ്പ്. യാത്ര ചെയ്യുന്നവർക്കൊക്കെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പാണ്. എന്താണ് ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുക? ദ ക്ലൂ ആപ്പ് ഇസ് ഡിസൈൻഡ് ടു ഐഡൻറ്റിഫൈ ഓർ ലൊക്കേറ്റ് വാട്ട്. ഈ ക്ലൂ ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ള, എന്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ആപ്പാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അഗെയിൻ ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ഒന്നിൽ കൂടുതൽ ക്ലൂ ചിത്രത്തിലുണ്ട്. ചിത്രം കൃത്യമായിട്ട് നോക്കുക. ഇവിടെ കണ്ട ഇത് സാധാരണ ലൊക്കേഷൻ്റെ സിമ്പിളാണല്ലേ. ഇത് ഈ റെഡിൽ കാണുന്ന ഞാൻ കാണിച്ചത് ലൊക്കേഷൻ. അപ്പോൾ എന്തോ ഒന്നിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനുള്ള ആപ്പാണ്, ടു ലൊക്കേറ്റ് സംതിങ്. ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് ശുചിത്വ മിഷൻ. അതിലൊന്നും കാര്യമില്ല, നിങ്ങൾ ആ ചിത്രം നോക്കിയാൽ മതി. ചിത്രത്തിലാണ് ക്ലൂ ഉള്ളത്. ചിത്രത്തിൽ ഒന്നിൽ കൂടുതൽ ക്ലൂസ് ഉണ്ട്, ശരിക്കും നോക്കുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ചോദ്യം. 4 ടെക്നിക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാസ് ടെക്നിക്, സ്റ്റിൽമാൻ ടെക്നിക്, ഫോൺസ് ടെക്നിക്, ചാർട്ടേഴ്സ് ടെക്നിക്. ബാസ് ടെക്നിക് എന്ന് പറയുന്നത് ആംഗിൾ ബ്രിസ്റ്റിൽ വൈബ്രേറ്റ് ചെയ്യാം അറ്റ് 45 ഡിഗ്രി. രണ്ടാമത് ബാക്ക് ആൻഡ് ഫോർത്ത് സ്ട്രോക്ക്, എഗെയിൻ വൈബ്രേഷനാണ്, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺസ് ടെക്നിക് എന്ന് പറയുന്നത് സർക്കുലാർ മോഷൻ, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയപ്പെടുന്നത്. സർക്കുലാർ മോഷൻ, ആ ഫോൺസ് ടെക്നിക്. ദെൻ ചാർട്ടേഴ്സ് ടെക്നിക്, ആംഗിൾ ബ്രിസ്റ്റിൽസ് ടുവേർഡ്സ് ദ ഒക്ലൂസൽ. ഇത് എന്ത് ചെയ്യുന്നതിനുള്ള 4 ടെക്നിക്കുകളാണ്. ബാസ് ടെക്നിക്, ഫോൺസ് ടെക്നിക്, സ്റ്റിൽമാൻ ടെക്നിക്, ചാർട്ടേഴ്സ് ടെക്നിക്. ഇതൊക്കെ എന്ത് ചെയ്യുന്നതിനുള്ള ടെക്നിക്കാണ്. അതിൽ ഫോൺസ് ടെക്നിക്കാണ് മോസ്റ്റ് എഫക്റ്റീവ് എന്നാണ് പറയാറ്. സർക്കുലാർ മോഷൻസ്. ക്ലൂ ആണോ? ഞാൻ ചെറിയൊരു ക്ലൂ കൊടുക്കുക, ചെറിയ ക്ലൂ. നിങ്ങളെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് ക്ലൂ ഇല്ല, നിങ്ങളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവരും
ഇനി ആൻസർ കാണുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറയരുത്. 4 ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ടെക്നിക്കാണ്. 9ാമത്തെ ചോദ്യം, ഇത് ബേസിക്കലി എക്കണോമിക്സിലെ ഒരു ടേമാണ്. +1 +2 കുട്ടികളുണ്ട് ഇവിടെ? +1 +2 ആരുമില്ലേ? +2 +1 ഇല്ല, ഉണ്ടോ? ഇത് എക്കണോമിക്സിലെ ഒരു ടേമാണ്, ഡാഷ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ്, സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആൾക്കാർക്കൊരു ടെൻഡൻസി ഉണ്ടാവും വില കുറഞ്ഞ ലക്ഷറി ഐറ്റംസ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസ് വാങ്ങി സ്വയം സാറ്റിസ്ഫൈ ചെയ്യുക. അതായത് പൈസ ടൈറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? ലക്ഷറി ഐറ്റംസ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റം വാങ്ങാതിരിക്കില്ല, വില കുറഞ്ഞ കോസ്മെറ്റിക് ഐറ്റം വാങ്ങി സ്വയം സംതൃപ്തയാവാൻ അല്ലെ സ്വയം സംതൃപ്തനാവാനുള്ളൊരു ടെൻഡൻസി, ആ എഫക്റ്റിനെയാണ് ഇത് പറയുന്നത്. ആൻഡ് ദ എഫക്റ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ എ കോസ്മെറ്റിക് ഐറ്റം. ഒരു കോസ്മെറ്റിക് ഐറ്റത്തിൻ്റെ പേരിലാണ് ഈ ഒരു എഫക്റ്റ് നാമകരണം ചെയ്തിട്ടുള്ളത്. സോ യു ഹാവ് ടു ഫൈൻഡ് ദ നെയിം ഓഫ് ദ കോസ്മെറ്റിക് ഐറ്റം. ആ ഒരു ലക്ഷറി ഐറ്റം, ലക്ഷറി എന്ന് പറയേണ്ട ആവശ്യമില്ല, ആ കോസ്മെറ്റിക് ഐറ്റത്തിൻ്റെ പേര് എഴുതിയാൽ മതി. അതായത് ഇങ്ങനെയൊരു എഫക്റ്റ് എക്കണോമിക്സിലുണ്ട് എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ വില കുറഞ്ഞ കോസ്മെറ്റിക് ഐറ്റംസ് വാങ്ങി സ്വയം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ടെൻഡൻസി, ആ ഒരു എഫക്റ്റിനെയാണ് ഇത് പറയുന്നത്. സോ റൈറ്റ് ദ നെയിം ഓഫ് എ കോസ്മെറ്റിക് ഐറ്റം. ക്ലൂ ആണോ? ഇത് ഒരുപാട് യൂസുള്ള ഒരു കോസ്മെറ്റിക് ഐറ്റമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പലപ്പോഴും ട്രോൾ ചെയ്യപ്പെടുന്നൊരു കോസ്മെറ്റിക് ഐറ്റമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ഐറ്റമാണ്. ട്രോൾ ചെയ്യപ്പെടുന്ന മാത്രമല്ല കേട്ടോ, അതിനെ നല്ല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 9. നമ്പർ 10, ഇത് സംഗീത തൽവാർ എഴുതിയ പുസ്തകമാണ്, 2 Minutes Revolution. ഈ പുസ്തകം ഇന്ത്യയിലെ ഒരു ബ്രാൻഡിൻ്റെ, ഒരു സാധനത്തിൻ്റെ വളർച്ച, ഗ്രോത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. സോ ഏത് ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു പുസ്തകം എഴുതിയത്? ആ പുസ്തകത്തിൻ്റെ പേര് ക്ലൂ ആണ്. പുസ്തകം കാണുമ്പോൾ തന്നെ അത് ക്ലൂ ആണ്. 2 Minutes Revolution എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സോ വിച്ച് ബ്രാൻഡ്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1983. 1983 ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തത്. ക്ലൂ വേണോ? വേണം? ഒബ്ജക്ഷൻ ഇല്ല? ക്ലൂ വേണ്ട? ആ, ഞാൻ ക്ലൂ തരാം. ഇത് സ്വിറ്റ്സർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള, ഞാൻ ക്ലൂ പറയാൻ തുടങ്ങിയാലേ ഒബ്ജക്റ്റ് ചെയ്തേ. അപ്പോൾ ഇത് ക്ലൂ കംപ്ലീറ്റ് ചെയ്യാം. നെസിൽ എന്ന് പറയുന്ന കമ്പനിയാണിത് ഉണ്ടാക്കുന്നത്. നെസിൽ, ചിലപ്പോൾ നെസ്ലെ എന്ന് പറയാറുണ്ട്. നെസിലാണ്, സ്വിറ്റ്സർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള നെസിൽ എന്ന കമ്പനിയാണ് ഇതുണ്ടാകുന്നത്. അതിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ ആ ബുക്കിൻ്റെ പേര് നോക്കുക, ആ ബുക്കിൻ്റെ കവർ നോക്കുക. 2 കാര്യങ്ങൾ വലിയ ക്ലൂ ആണ്. 11th one, സംസ്കൃത നാടക പ്രധാനമായ ഒരു കലാരൂപത്തെ സാധാരണക്കാർക്ക് രസിക്കും വിധം പരിഷ്കരിച്ചത് ശാക്യമുനി ആണെന്ന് പറയപ്പെടുന്നു. സോ ഒരു കലാരൂപത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്, നെയിം ഓഫ് എൻ ആർട്ട് ഫോം. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ കലാരൂപത്തിന് ഇന്ന് പ്രചാരത്തിലുള്ള പേര് ലഭിച്ചത്. സോ വിച്ച് ആർട്ട് ഫോം ഇസ് ഇൻ ക്വസ്റ്റ്യൻ? അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ കലാരൂപത്തിന് പേര് ലഭിച്ചത്. ശാക്യമുനിയുടെ പേരിൽ നിന്നാണ് ഈ കലാരൂപത്തിന് പേര് ലഭിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശാക്യമുനിയുടെ പേരിൽ നിന്ന് പേര് ലഭിക്കാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ അരങ്ങേറുന്ന കലാരൂപമാണ്. ആലോചിച്ച് നോക്കുക. ശാക്യമുനി ആണ് ക്ലൂ. ശാക്യമുനി എന്ന പേരിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ശാക്യമുനി. മൂവിങ് ടു ദ 12th question. സോഷ്യൽ നെറ്റ്വർക്ക്, അത് സിനിമയായിരുന്നു,
ബുക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഫേസ്ബുക്ക് അറിയോ, ഉപയോഗിക്കാറുണ്ടോ? ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മാർക്ക് സക്കർബർഗ്, അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സിനിമയാണ്. ക്വസ്റ്റ്യൻ അതുമല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളൊരു കാർ വേരിയൻ്റ്, നമ്മുടെ റോഡിലൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ വേരിയൻറ്റിന് പേര് ലഭിച്ചത് ഈ ബുക്കിൻ്റെ പേരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ പേരിൽ നിന്നാണ്. ഓർ ദ ടേം സോഷ്യൽ നെറ്റ്വർക്ക്. ഏത് കാറ് വേരിയൻ്റ് ആണ്? അല്ല, വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം മാരുതി ഇസ് എ കമ്പനി. മാരുതിയുടെ ബ്രാൻഡുകൾ അല്ലെങ്കിൽ വേരിയൻസ് ആണ് സ്വിഫ്റ്റ്, അല്ലേ, ബലേറോ, ഫ്രോങ്സ്, സെലേറിയോ, അതൊക്കെ മാരുതിയുടെ വേരിയൻസ് ആണ്. അതേപോലെ ഒരു കമ്പനിയുടെ ഒരു വേരിയൻറ്റിന് പേര് ലഭിച്ചിരിക്കുന്നത് ഈ പേരിൽ നിന്നാണ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഓർ സോഷ്യൽ നെറ്റ്വർക്ക് എന്നതിൽ നിന്നാണ്. സോ വിച്ച് വേരിയൻ്റ് ഓർ ബ്രാൻഡ് ഓഫ് ഓട്ടോമൊബൈൽസ് is named after or got its name from the term social network? ആലോചിച്ച് നോക്കുക, ആ പേരിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ റോഡുകളിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള, ഓക്കെ. 13th ക്വസ്റ്റ്യൻ. ഉസ്താദ് സുൽത്താൻ ഖാൻ അദ്ദേഹം ഒരു തവണ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. I had a belief that nothing else in the world can touch human minds like സാരംഗി does. എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഒരു വിചാരം ഉണ്ടായിരുന്നു, സാരംഗിയോളം മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന യാതൊന്നുമില്ല എന്ന്. പക്ഷേ when I heard X singing, I corrected the belief. ഈ വ്യക്തി പാട്ട് പാടുന്നത് കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ ആ ചിന്ത മാറ്റി. എന്ന് പറയുമ്പോൾ ബേസിക്കലി ആ വ്യക്തിയെ പ്രൈസ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് അവരെ അല്ലേ, സാരംഗിയായിരുന്നു ഏറ്റവും മികച്ച സൗണ്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇവർ പാട്ട് പാടിയത് കേട്ടതിന് ശേഷം എനിക്ക് ആ ചിന്ത മാറ്റേണ്ടി വന്നു. കാരണം ഏറ്റവും മികച്ച ശബ്ദം ഇവരുടേതാണെന്നാണ് അവർ പറയുന്നത്, ഉസ്താദ് സുൽത്താൻ ഖാൻ. സോ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ബേസിക്കലി അത് സിംഗർ ആയിരിക്കുമല്ലോ. സിംഗറെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗർ ക്ലൂ ആണോ? ലേഡിയാണ്, വനിതാ സിംഗറാണ്. ഇറ്റ്സ് എ ലേഡി സിംഗർ. ഉസ്താദ് സുൽത്താൻ ഖാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏതെങ്കിലും ഒരു പാട്ടുകാരിയുടെ പേര് എഴുതാം. 14ാമത്തെ ചോദ്യം. നമുക്ക് കുറച്ച് സ്പീഡ് പോകേണ്ടതുണ്ട്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരു പാവം ജീവി, തന്നാലാവും വിധം മറ്റുള്ളവരെ സഹായിക്കുന്ന കൊച്ചു കൂട്ടുകാരൻ. ഒരു ക്യാരക്ടറിനെ കുറിച്ച്, ക്യാരക്ടർ എന്താണെന്നറിയാലോ? ക്യാരക്ടറിനെ കുറിച്ച് അതിൻ്റെ ക്രിയേറ്റർ പറഞ്ഞതാണ്. 1928 രൂപം കൊണ്ട് അല്ലെങ്കിൽ സൃഷ്ടിച്ച ഒരു ക്യാരക്ടറിനെ കുറിച്ച് അതിൻ്റെ ക്രിയേറ്റർ, സൃഷ്ടാവ് പറഞ്ഞ കാര്യമാണ്. ഈ ക്യാരക്ടർ 1930s റൊമേനിയയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടികളെ പേടിപ്പിക്കുന്നു എന്ന കാരണം പറഞ്ഞിട്ട്. സോ വിച്ച് ക്യാരക്ടർ ഇസ് ഇൻ ക്വസ്റ്റ്യൻ? നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ഓതർ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ, ക്രിയേറ്റർ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത പാവം കളിക്കൂട്ടുകാരൻ. പക്ഷേ 1930s റൊമേനിയയിൽ ഈ ഒരു ക്യാരക്ടറിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വിച്ച് ഇസ് ദ ക്യാരക്ടർ? 15ാമത്തെ ചോദ്യം. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേര് E.G. സാൾട്ടർ. ഇദ്ദേഹമായിരുന്നു ഈ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ സൂപ്രണ്ട്. 1938 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. ആ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, 1938 February 20. ഏത് ഗവൺമെൻറ് ഓർഗനൈസേഷൻ വിച്ച് വാസ് ഇൻ ന്യൂസ് റീസെൻ്റ്ലി, വാർത്തകളിലൊക്കെ ഇടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, വാർത്തകളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഓർഗനൈസേഷനാണ് എസ് ഇൻ ക്വസ്റ്റ്യൻ. അത് ആരംഭിക്കുമ്പോൾ അതിൻ്റെ സൂപ്രണ്ടായിരുന്നു E.G. സാൾട്ടർ. അത് ഉദ്ഘാടനം ചെയ്തത് 1938 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ് ക്വസ്റ്റ്യൻ. ക്ലൂ ആണോ?
ഇന്നലെയൊക്കെ വാർത്തയിലുണ്ടായിരുന്നു, മിഞ്ഞാന്നുണ്ടായിരുന്നു, ഇനി നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സാധനമാണ്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ടാവും. ഇന്നത്തെ വാർത്ത ഞാൻ കണ്ടില്ല. ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവാം, മറ്റന്നാളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഒരു സാധനമാണ്. നമ്പർ 16, 2 ചോദ്യങ്ങളൂടെ. ഇത് ഒരു ചെടി അല്ലെങ്കിൽ മരത്തിനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളാണ്. ഏത് ചെടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പനാമ വാട്ടം, കൊക്കാൻ രോഗം, വെള്ളക്കൂമ്പ് രോഗം, ഇലപ്പുള്ളി രോഗം. ഏത് ചെടിയെ, ഏത് പ്ലാന്റ് അല്ലെങ്കിൽ ട്രീ, ചില ഹെർബ് ആവാം, ഹെർബിനെ ബാധിക്കുന്ന രോഗങ്ങളാണിതൊക്കെ. ചില വേർഡ്സ് നോക്കുക. വെള്ളക്കൂമ്പ് രോഗമുണ്ട്, ഇലപ്പുള്ളി രോഗമുണ്ട്, പനാമ വാട്ടം. സോ റൈറ്റ് ദ നെയിം ഓഫ് എ പ്ലാന്റ് ഓർ എ ട്രീ. ഏതെങ്കിലും ഒരു ചെടിയുടെ അല്ലെ മരത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. വെറുതെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു ചെടിയോ ചോദിക്കില്ല. ഒന്നുകിൽ അതൊരു കറണ്ട് റെലവൻസ് ഉണ്ടാവും ആ ചെടിക്ക്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടാവാം. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു ചെടിയാണ്. കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചെടിയുടെ പേരാണത്. ഒരു പേരെഴുതുക, ഒരു ചെടിയുടെ പേരെഴുതുക പെട്ടെന്ന്. 17ാമത്തെ ചോദ്യം. ഇത് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ സംഭരണമുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ്. അതിൽ സെക്കൻഡ് ഉള്ളത് അമേരിക്കയാണ്, തേർഡ് ജർമ്മനി, ഫോർത്ത് ഇറ്റലി, അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് വേണ്ടത് ഫസ്റ്റ് ആരാണ്. ലോകത്തിലെ മൊത്തം സ്വർണത്തിൻ്റെ 11% കൈവശമുള്ളത് ആരുടെ കയ്യിലാണ്? സോ അവിടെ ആ ഡാഷ് നോക്കുക, ആ സ്പേസ് നോക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉള്ളത് ഇവരുടെ കയ്യിലാണ്. മൊത്തം സ്വർണത്തിൻ്റെ 11% ഇവരുടെ കയ്യിലാണ് എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. നല്ല ഉത്തരങ്ങൾക്ക് സമ്മാനമുണ്ട് കേട്ടോ. അപ്പോൾ അത് ആലോചിച്ച് എഴുതുക. സമ്മാനം വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എഴുതുക. എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നേരത്തെ പറഞ്ഞ അമൃത TV-യുടെ ഗ്രാൻഡ് ഫിനാലേക്ക് നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ ലാ ടൊമാറ്റിനോ കേട്ടിട്ടുണ്ടോ? എന്താ ലാ ടൊമാറ്റിനോ? സ്പെയിനിലൊരു ആഘോഷമാണ്. തക്കാളി പരസ്പരം എറിഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷമാണ്. അതിന് സമാനമായിട്ട് ഇന്ത്യയിൽ കർണാടക തമിഴ്നാട് ബോർഡറിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഗോമതപുര എന്ന് പറയുന്ന ഗ്രാമത്തിൽ. ആ ഫെസ്റ്റിവലിൻ്റെ പേര് ഗോരെഹെബ ഫെസ്റ്റിവൽ എന്നാണ്. എന്താണ് ഈ ഗോരെഹെബ ഫെസ്റ്റിവലിൽ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നത്? ഗോരെഹെബ ഫെസ്റ്റിവൽ ഗുമതപുര വില്ലേജാണ്, കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ഒരു വില്ലേജാണ്. എന്താണ് ഈ ഫെസ്റ്റിവലിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എറിയുന്നത്? നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നു, കൈപൊക്കുന്നു, ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു കേട്ടോ. വിളിച്ചു പറയുന്ന പരിപാടിയില്ല. ഒന്നാമത്തെ ചോദ്യം, യെസ്, ഇവിടെയാണ് ആദ്യം കൈപൊക്കിയത്. എന്താ മോളെ? ഇന്റർനാഷണൽ ഡേ ഓഫ് കളേഴ്സ്. ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലേ? നല്ല ഉത്തരമാണ്, കൈ കൊടുക്കട്ടോ. പക്ഷേ അതല്ല ഉത്തരം. ശരി ഉത്തരം അതല്ല. ശരി ഉത്തരം വേറെയാണ്. വേറെ ആരെങ്കിലും? ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ്. റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ അന്താരാഷ്ട്ര ദിനമാണ്. അവിടെ സമ്മാനം കൊടുക്കട്ടോ. കൈയടി കൊടുക്കാം, കൈയടി കൊടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാ പറയുന്നത്? ആരെക്കുറിച്ചാണിത്? സയൻസ് ഓഫ് കമ്പാഷൻ. അവിടെ മാതാ അമൃതാനന്ദമയി. അത് റൈറ്റ് ആൻസർ. മാതാ അമൃതാനന്ദമയി ആണ്. മാതാ അമൃതാനന്ദമയി. അടുത്തത് യെസ്, തോർ. അത് തോറാണ് കേട്ടോ. തേഴ്സ്ഡേ. അത് റൈറ്റ് ആൻസർ. തേഴ്സ്ഡേ. യെസ്, ദിസ് വൺ. നിങ്ങളാണ് ക്ലൂ വേണ്ടെന്ന് പറഞ്ഞല്ലേ? ഇവിടെ സുമോ. ജപ്പാൻ ടേംസ് ആണ് ഇതൊക്കെ. റിങ്, റഫറി, സ്ലാപ്പ്, അടിയുമായിട്ട് ബന്ധപ്പെട്ട മാർഷൽ ആർട്ട് ആവാം അല്ലേ? ആൻഡ് ദ ടേംസ് ആർ ഇൻ ജാപ്പാനീസ്. റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് സുമോ. സുമോ ഗുസ്തിയാണ്. എത്ര പേര് എഴുതിയിട്ടുണ്ട് സുമോ ഗുസ്തി? അതെടുത്തു. ഇതാ
എത്ര പേര് എഴുതി സുമോ ഗുസ്തി? എത്ര പേര് എഴുതി? ഓ വെരി ഗുഡ് വെരി ഗുഡ്, കുറേ പേര് എഴുതിയിട്ടുണ്ട്. അഞ്ചാമത്തത് ഇവിടെ ഇവിടെ. യെസ്, പറഞ്ഞോ. ചോക്കോ ലൈക്ക് ചോക്ലേറ്റ്. ചോക്ലേറ്റ്സ് അല്ല, ചോക്ലേറ്റ്സ് അല്ല. അവിടെ അവിടെ അവിടെ. ആ പറഞ്ഞോ. അവൻ. മൈക്രോവേവ് അവൻ അല്ല. ആ നിങ്ങളോട് ഇപ്പം ചോദിച്ചില്ലേ, അത് അവിടെയതാ, അവിടെ ആരും അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ 2 പ്രാവശ്യം പറഞ്ഞു. വെയിറ്റ്. കോഫി മേക്കർ. നോട്ട് കോഫി മേക്കർ. അതെ ഇവിടെ ഇവിടെ. കോഫി മേക്കർ അല്ല, അവനല്ല. ചോക്ലേറ്റ് മേക്കേഴ്സ്. പോപ്കോൺ. എവിടെ പോയാലാ കിട്ടുക? സാധാ എവിടെയും കിട്ടാം, പക്ഷേ തിയേറ്ററിൽ പോയാലാണ് അധികം അല്ലേ? റൈറ്റ് ആൻസർ പോപ്കോൺ. പോപ്കോൺ വെൻഡിങ് മെഷീനാണ്. നെക്സ്റ്റ്. യെസ്, അവിടെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി അല്ലേ? മനുഷ്യൻ. മനുഷ്യനാണോ? ബാക്കിയുള്ള എല്ലാ ജീവികളെയും കൊന്നിട്ടുള്ളത് മനുഷ്യൻ മാത്രമാണ്. റൈറ്റ് ആൻസർ ഹ്യൂമൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഇതാ ഹ്യൂമൻ അല്ലെങ്കിൽ മിറർ എന്നുള്ളതാണ് ആൻസർ. മിററാണ് അവിടെ ഉണ്ടാവുക. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെയാണ് കാണുക, ഹ്യൂമൻ തന്നെയാണ് കാണാം. യെസ്, ആ ചിത്രത്തിൽ ഇങ്ങനെ ഒരു ക്ലൂ ഉണ്ടല്ലേ, നമ്മൾ അവിടെ കൊടുത്തു. അവിടെ വെയിറ്റ് നിങ്ങളിങ്ങനെ ബാത്റൂം. ടോയ്ലറ്റ് അല്ലേ? അവിടെ ചിത്രത്തിൽ ഇങ്ങനെയൊരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ ആക്ഷൻ എപ്പോഴാക്കിയത്? ബാത്റൂം അല്ലേ? അവിടെ താഴെ ഇവിടെ കാണുക മെയിൽ ആൻഡ് ഫീമെയിൽ. നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണാറുണ്ട് അല്ലേ? സോ ദ ആൻസർ ഇസ് ടോയ്ലറ്റ്സ്. ഫൈൻഡിങ് ടോയ്ലറ്റ്സ്. അതാരാ പറഞ്ഞ ടോയ്ലറ്റ്സ്? ഇത് മൊത്തം അലമാണല്ലോ. ഇതെവിടെ കൊടു. വെയിറ്റ്. ആ ഇത് നിങ്ങൾ വെറുതെ ഒച്ചപ്പാടാക്കുന്നതാണോ? ആൻസർ അറിയില്ലേ? വീഡിയോ. വീഡിയോ അല്ല. അവിടെ ഞങ്ങൾ പറഞ്ഞത് തെറ്റാ. പറയട്ടെ. ഏതാ പറഞ്ഞോ? ടൂത്ത് ബ്രഷ്. ടൂത്ത് ബ്രഷോ? ബ്രഷിംഗ്. ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും ചെയ്യുന്നതാണ്. ബ്രഷിംഗ്. Going to poop. Yes, this one. Which effect, which cosmetic item? നിങ്ങൾ കുറേ പറഞ്ഞു, പറയാത്തവർ പറയട്ടെ. അത് അവിടെ കൊടു. കോമ്പാക്ട് പൗഡർ. കോമ്പാക്ട് പൗഡർ അല്ല. ലിപ്സ്റ്റിക് ആണോ? ആ റൈറ്റ് ആൻസർ. ലിപ്സ്റ്റിക് എഫക്ട്. യെസ്, അതവിടെ ഇവിടെ. ആ ഇതാ മോക്ക് കൊടുക്കും. മാഗിയോ? 2 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റും ആണോ? ആ കളറിലാണോ മാഗി? റൈറ്റ് ആൻസർ, പെർഫെക്റ്റ് ആൻസർ. നല്ല ഐഡിയ കൊടുക്കും കേട്ടോ. മാഗി ഇതാ. ശാക്യമുനിയുടെ പേരിൽ നിന്ന് പേര് ലഭിച്ച അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൈക്കൊക്കെ ഉണ്ടോ? ചാക്യാർ കൂത്ത്. റൈറ്റ് ആൻസർ, ചാക്യാർ കൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. അത് അവിടെ. സോണറ്റ് ഈസ് ഫ്രം സോഷ്യൽ നെറ്റ്വർക്ക്. ഫ്രം സോഷ്യൽ, നെറ്റ് ഫ്രം സോഷ്യൽ, നെറ്റ്വർക്ക് ആണോ? പെർഫെക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് സോണറ്റ്. കിയ സോണറ്റ്. 13ാമത്തെ ചോദ്യം. ആരെക്കുറിച്ചാണ് ഉസ്താദ് സുൽത്താൻ ഖാൻ ഇപ്രകാരം പറഞ്ഞത്? ചിത്ര ചേച്ചി. ചിത്രാമ്മ ആണോ? എടാ ബഹളം വെക്കല്ലേ, ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് നോക്കട്ടെ. റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ചിത്ര. കെ എസ് ചിത്രയെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാ ഇനി 5 ചോദ്യങ്ങൾ. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ കൊടു. മിക്കി മൗസ് ആണോ ബാൻ ചെയ്യപ്പെട്ടത്? റൊമാനിയയിൽ ബാൻ ചെയ്തോ? പേടിപ്പിക്കുന്നു പറഞ്ഞിട്ട്
പെർഫെക്റ്റ്. ദാറ്റ് ഈസ് മിക്കി മൗസ്. മിക്കി മൗസ്. വാ. യെസ്, ഇന്നലെ വാർത്തയിലുണ്ടായിരുന്നു, മിഞ്ഞാന്നുണ്ടായിരുന്നു, ഇന്നുണ്ടാവും. അവിടെ ബ്രില്യൻ ആൻസർ. ദാറ്റ് ഈസ് KSRTC. KSRTC ഉദ്ഘാടനം ചെയ്തത് ചിത്തിര തിരുനാളായിരുന്നു. അന്ന് ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നായിരുന്നു കേട്ടോ. പിന്നീടാണ് KSRTC ആയത്. യെസ്, ആരുമില്ലേ? അവിടെയാണ് ആദ്യം ബുക്ക്. അല്ല, അവിടെ കൂടെ അവർ അധികം പറഞ്ഞിട്ടില്ല. അവരത് വാഴയോ? വാഴ 2 കണ്ടോ? റൈറ്റ് ആൻസർ. വാഴ. ചീരയല്ല, വാഴയാണ് കേട്ടോ. അവിടെ കൊടു. വെയിറ്റ്, അടുത്തത് വരും. UK അല്ല. ഇന്ത്യ അല്ല. അത് കൊടു. ഇന്ത്യ അല്ല, ഈജിപ്ത് അല്ല. ഇതാ ഇവിടെ കൊടു. പാകിസ്ഥാൻ. നോട്ട് പാകിസ്ഥാൻ. പറഞ്ഞോ. പറഞ്ഞോ. ഓസ്ട്രേലിയ അല്ല. ഒരു ടീമിന് ഒരു ചാൻസ് ഉള്ളൂ കേട്ടോ. ഒരു ടീമിന് ഒരു ചാൻസ്. ബാക്കിൽ കൊടുക്കും. ബാക്കിൽ അവിടെ കൊടു. അല്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതല്ല UAE. അതല്ല. നോട്ട് UAE. അവിടെ നോട്ട് മാലി. അവിടെ പറഞ്ഞോ. നോട്ട് സൗത്ത് ആഫ്രിക്ക. കഴിഞ്ഞു നിങ്ങളെ ചാൻസ് കഴിഞ്ഞു. ഓഡിയൻസ് ആരെങ്കിലും? ഓഡിയൻസ് ഏതാ? ഇറാൻ അല്ല. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുണ്ട് എന്ന് ഗോൾഡ് കൗൺസിൽ പറയുന്നത് ഇവിടെയാണ്. ഇന്ത്യൻ ഹൗസ് വൈഫ്, ഇന്ത്യയിലെ വീട്ടമ്മമാരുടെ കയ്യിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉള്ളത് എന്നാണ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്ക് കേട്ടോ. ഇന്ത്യയല്ല. ഇന്ത്യയാണോ ഇന്ത്യൻ വീട്ടമ്മമാർ? അല്ല, ഇന്ത്യയല്ല കേട്ടോ. ഇന്ത്യയല്ല, ഇന്ത്യൻ വീട്ടമ്മമാർ, ഇന്ത്യൻ ഹൗസ് വൈഫ്സ്. എന്നാൽ ലാസ്റ്റ് വൺ, ഗോർഹെബ ഫെസ്റ്റിവലിൽ എന്താണ് പരസ്പരം എറിയുന്നത്? തക്കാളിയല്ല. പറഞ്ഞോ. ഹോളി പൗഡേഴ്സ് അല്ല. ഏതാ? ചാണകോ? കൗഡങ്? ആൾക്കാരുടെ മേത്തേക്ക് എറിഞ്ഞ് കളിക്കാനോ? റൈറ്റ് ആൻസർ. ചാണകമാണ് കേട്ടോ. ചാണകമാണ് അവിടെ പരസ്പരം എറിഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ആർ ഫിനിഷിംഗ് ദ ക്യൂസ്. ആൻഡ് നമുക്ക് സ്കോർ നോക്കണം. ഇന്നത്തെ മത്സരത്തിൽ 3-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീം ലാവ. വേറെ അറിയോ? ലാവ 7 പോയിന്റാണ് ടീം ലാവ നേടിയിരിക്കുന്നത്. ടീം ലാവയുടെ ടീം ക്യാപ്റ്റൻ ഗിഫ്റ്റ് കൈമാറാണ്. എവിടെ ടീമിന്റെ പവർ? അവിടെ സെക്കൻഡ് മത്സരത്തിൽ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ടീം ബിയോണ്ടേഴ്സ്. എവിടെ ടീം ക്യാപ്റ്റൻ? എവിടെ? എല്ലാ ടീമുകളും ഒന്ന് കൈയടിയാവട്ടോ. ബാക്കി ടീമുകൾ കൈയടിക്കുക. ബിയോണ്ടേഴ്സ് ടീമിന്റെ ക്യാപ്റ്റൻ എന്താ സമ്മാനം വാങ്ങിയാൻ കടന്നു വരുന്നു. ക്ലബ് ചെയ്യുന്നതായിട്ട്. യെസ്, നെക്സ്റ്റ് പൊസിഷൻ ഗോസ് ടു. And the champions of today's quiz, we have Real Matrix. Real Matrix ക്വിസിന്റെ ചാമ്പ്യൻസ്. എന്താണ്? ക്യാപ്റ്റൻ ഈസ് കമ്മിങ്. എവിടെയുടെ ക്ലാപ്പ്? വാശിയോടെ മത്സരിച്ച് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്.